തിങ്ക് ജനറലി എല്ലായിടത്തും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി അലർജിക് റൈനൈറ്റിസ് ആണ്. അത് റൈനൈറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്ന മൂക്കിൻ്റെ ലൈനിങ്ങിൽ വരുന്ന നേസൽ ലൈനിങ്ങിൽ വരുന്ന അലർജിക് ഇൻഫ്ലമേഷൻ ആണ് ഈ റൈനൈറ്റിസ് ഉണ്ടാക്കുന്നത്. തുമ്മലായിട്ട്, മൂക്കിനകത്തെ ചൊറിച്ചിലായിട്ട്, തൊണ്ടയ്ക്കകത്തെ ചൊറിച്ചിലായിട്ട്, അല്ലെങ്കിൽ തൊണ്ടയുടെ ബാക്കിൽ ചൊറിച്ചിലായിട്ട്, ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഈ തുമ്മൽ ഉണ്ടാവുന്ന സമയത്ത് ആൾക്കാർക്ക് കണ്ണിലും കൂടെ ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാവും, കണ്ണ് ചുമന്ന് വരും. ഇതാണ് ഒരു ടിപ്പിക്കൽ സിംറ്റം അലർജിക് റൈനൈറ്റിസിൻ്റെ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മൂക്കൊലിപ്പുണ്ടാവും, റിഫ്ലെക്സ് ആയിട്ട് ഒരുപാട് റൈനോറിയ എന്ന് പറയും, ഒരുപാട് ക്ലിയർ ആയിട്ടുള്ള സെക്രീഷൻസ് മൂക്കിൽ നിന്ന് ആ ഒരു സമയത്തുണ്ടാവും. പിന്നെ ചിലർക്ക് ബ്ലോക്കേഴ്സ് എന്ന് നമ്മൾ പറയും, അതായത് അവർക്ക് മൂക്ക് അടപ്പായിരിക്കും അവരുടെ പ്രിഡോമിനൻറ്റ് സിംറ്റം റാദർ ദാൻ തുമ്മലും മൂക്കൊലിപ്പും അല്ലാതെ. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു റെസ്പിറേറ്ററി അലർജി. ഇതിന് തന്നെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രിവലൻസ് അടുത്ത് നിൽക്കുന്ന കണ്ടീഷനാണ് ആസ്മ. ഇപ്പോൾ നമ്മളുടെ ആൾക്കാരുടെ ഇടയിൽ ആസ്മ എന്ന് പറയുമ്പം ജനറലി എല്ലാവരും പറയും, അയ്യോ എനിക്ക് ആസ്മ ഇല്ല, എനിക്ക് ഒരിക്കലും ശ്വാസം മുട്ടൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ആസ്മ ശ്വാസം മുട്ടലായിട്ട് തന്നെ വരണമെന്നില്ല, ഡ്രൈ കോഫ് മാത്രമായിട്ട് വരാം. പക്ഷെ ഡ്രൈ കോഫിനെ അല്ല, ഡ്രൈ കോഫും ആസ്മ അല്ല. ഡ്രൈ കോഫിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, റീസൺസ് ഉണ്ട്. അത് അലർജിക് റീസൺസ് തന്നെ ആസ്മ അല്ലാതെ ഉണ്ട്. അലർജിക് റൈനൈറ്റിസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഓഫ് സിംറ്റം ആയിട്ട് ചിലപ്പം ഡ്രൈ കോഫ് പ്രത്യക്ഷപ്പെടാം. ഇതൊക്കെയാണ് നമ്മൾ കോമൺലി കാണുന്ന സിംറ്റംസ്. ഞാൻ കണ്ടീഷൻ എന്നതിനേക്കാളും കൂടുതൽ അലർജിക് സിംറ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം ഒരു സിംറ്റം തന്നെ പല കണ്ടീഷൻസിൽ ഓവർലാപ്പ് ചെയ്ത് വരാം.